ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ആറ്റിങ്ങൽ എക്സോട്ടിക്കിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +2 എക്കണോമിക്സ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള ടെസ്റ്റ് പേപ്പർ നടത്തി കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും സംശയമുള്ളവർ ഉറപ്പായിട്ടും ചോദിച്ച് മനസ്സിലാക്കി പോകണം. വളരെ പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷോർട്ട് റൺ സപ്ലൈ കർവിനെ കുറിച്ച് പറഞ്ഞു, ലോങ് റൺ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി. സപ്ലൈ കർവ് എന്ന് പറയുന്നത്, ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈസിങ് പോർഷൻ ഓഫ് ദി SMC അല്ലേ, SMCയുടെ ഉയരുന്ന ഭാഗമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് നമുക്ക് എത്താം. ദി ഡെറിവേഷൻ ഓഫ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഷോർട്ട് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ നമ്മൾ നോക്കുന്നു. ഇഫ് പ്രൈസ് ലെസ് ദാൻ മിനിമം AVC സപ്ലൈ വുഡ് ബി 0. പോയിന്റ് ഒന്നുകൂടെ നോട്ട് ചെയ്ത് നിങ്ങൾ വയ്ക്കുക. ഇഫ് പ്രൈസ് ലെസ് ദാൻ മിനിമം AVC സപ്ലൈ വുഡ് ബി 0. മിനിമം AVCക്ക് താഴെയാണ് പ്രൈസ് എങ്കിൽ സപ്ലൈ 0 ആയിരിക്കും. പോയിൻ്റായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇഫ് പ്രൈസ് ലെസ് ദാൻ മിനിമം AVC സപ്ലൈ വുഡ് ബി 0. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് ദി മിനിമം AVC സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. AVCയുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വലായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം സപ്ലൈ എന്ന് പറയുന്നത് പോസിറ്റീവ്. നോട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ. ഇഫ് ഇറ്റ് ഈസ് ദി മിനിമം AVC സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ലെസ് ദാൻ ആണെങ്കിൽ 0, മിനിമം ആണെങ്കിൽ AVCയുടെ മിനിമം ആണെങ്കിൽ പോസിറ്റീവ്. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദി മിനിമം AVC സപ്ലൈ വിൽ ഇൻക്രീസ്. കൂടുതലാണെങ്കിൽ, AVCയേക്കാൾ കൂടുതലാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 3 പോയിന്റ് രേഖപ്പെടുത്തുക. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദി മിനിമം AVC സപ്ലൈ വിൽ ഇൻക്രീസ്. ഓക്കെ ആണല്ലോ. AVC ലെസ് ദാൻ ആണെങ്കിൽ സപ്ലൈ 0 ആണ്. അതുപോലെ മിനിമം AVC ആണെങ്കിൽ സപ്ലൈ പോസിറ്റീവാണ്. മോർ ദാൻ മിനിമം AVC ആണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, സപ്ലൈ കൂടും. അവിടെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കുക. ഷോർട്ട് റൺ സപ്ലൈയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റൈസിങ് പോർഷൻ ഓഫ് SMC, ഷോർട്ട് റൺ സപ്ലൈ കർവ് കോളത്തിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. റൈസിങ് പോർഷൻ ഓഫ് SMCയുടെ ഉയരുന്ന ഭാഗമാണ് ഏതായിട്ട് നമ്മൾ പറയുന്നത്? ഷോർട്ട് റൺ സപ്ലൈ കർവ്. അപ്പോൾ ഇഫ് പ്രൈസ് ലെസ് ദാൻ ദി മിനിമം AVC സപ്ലൈ വുഡ് ബി 0. സപ്ലൈ വുഡ് ബി 0. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നല്ലോണം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം നമ്മൾ പറയുമ്പോൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി മിനിമം AVC സപ്ലൈ വുഡ് ബി 0. ഓക്കെ, ഇനി നമുക്കറിയാം ലോങ് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അല്ലേ. ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഇപ്പോൾ ഷോർട്ട് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദി ഡെറിവേഷൻ ഓഫ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ചുവടെ പറയുന്ന 3 പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇഫ് പ്രൈസ് ലെസ് ദാൻ മിനിമം AVC സപ്ലൈ വുഡ് ബി 0. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് ദി മിനിമം AVC സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദി മിനിമം AVC സപ്ലൈ വിൽ ഇൻക്രീസ്.
ഓക്കെ ആണല്ലോ. ഇത് റഫായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, ഷോർട്ട് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അതുപോലെ നമുക്ക് ഏതുകൂടെ ജസ്റ്റ് നോക്കണം, ലോങ് റൺ. അപ്പോൾ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ ലോങ് റൺ സപ്ലൈ കർവ് അല്ലെങ്കിൽ ദീർഘകാല പ്രധാന വക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ലോങ് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ലോങ് റൺ സപ്ലൈ കർവ്. അപ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവിൽ നമ്മൾ പറഞ്ഞു റൈസിങ് പോർഷൻ ഓഫ് ദി എസ് എം സിയുടെ ഉയരുന്ന ഭാഗം. അപ്പോൾ ലോങ് റൺ സപ്ലൈ കർവ് പറയുമ്പോൾ ചെറിയൊരു മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നു. ദി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റൈസിങ് പോർഷൻ ഓഫ് ദി LRMC അല്ലെങ്കിൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് അല്ലേ. LRMC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ആ ഭാഗം ഒന്ന് നല്ലതുപോലെ മനസ്സിൽ പതിപ്പിച്ച് വയ്ക്കുക. ദി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റൈസിംഗ് പോർഷൻ ഓഫ് ദി LRMC കർവ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഓക്കെ ആണല്ലോ, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ദി ബോൾഡ് റൈസിംഗ് പോർഷൻ ഓഫ് ദി LRMC ഈസ് ദി ലോങ് റൺ സപ്ലൈ കർവ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷോർട്ട് റൺ സപ്ലൈ കർവിൽ നമ്മൾ പറഞ്ഞത് റൈസിംഗ് പോർഷൻ ഓഫ് എസ് എം സിയുടെ ഉയരുന്ന ഭാഗം നമ്മൾ കുറച്ച് ബോൾഡ് ആക്കി വരച്ചു. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ സപ്ലൈ കർവിൽ നമ്മൾ പറഞ്ഞത് റൈസിംഗ് പോർഷൻ ഓഫ് എസ് എം സിയുടെ ഉയരുന്ന ഭാഗം നമ്മൾ ബോൾഡ് ആക്കി വരച്ചു. ലോങ് റൺ സപ്ലൈ കർവിൽ നമ്മൾ പറഞ്ഞത് റൈസിംഗ് പോർഷൻ ഓഫ് LRMC, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പോൾ പ്രധാന പോയിന്റ് നമുക്കറിയാം, ദി ബോൾഡ് റൈസിംഗ് പോർഷൻ ഓഫ് ദി LRMC കർവ് ഈസ് ദി ലോങ് റൺ സപ്ലൈ കർവ്. ലോങ് റൺ സപ്ലൈ കർവ് ഓക്കെ ആണല്ലോ. ദി ബോൾഡ് റൈസിംഗ് പോർഷൻ ഓഫ് LRMC എന്ന് പറഞ്ഞാൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഉയരുന്ന ഭാഗം. ഓക്കെ ആണല്ലോ. ഇനി മാച്ച് ദ ഫോളോയിങ്ങിലോ എവിടെ വന്നാലും നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവ്, ലോങ് റൺ ജസ്റ്റ് നോക്കിക്കോ. ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ റൈസിംഗ് പോർഷൻ ഓഫ് റൈസിംഗ് പോർഷൻ ഓഫ് SMC, ഷോർട്ട് റൺ സപ്ലൈ കർവ് റൈസിംഗ് പോർഷൻ ഓഫ് SMC. ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈസിംഗ് പോർഷൻ ഓഫ് LRMC. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് നമുക്ക് ഇവിടെ പ്രാധാന്യം, അതുപോലെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവാണ് രണ്ടാമത് നമുക്ക് പ്രാധാന്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ റൈസിംഗ് പോർഷൻ ഓഫ് SMC, ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ റൈസിംഗ് പോർഷൻ ഓഫ് LRMC, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അടുത്തൊരു പ്രധാന കാര്യം നമുക്ക് നോക്കാം. ദി ഡെറിവേഷൻ ഓഫ് ലോങ് റൺ സപ്ലൈ കർവ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞത് ഷോർട്ട് റൺ സപ്ലൈ കർവിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഷോർട്ട് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ നോട്ടിലോട് രേഖപ്പെടുത്തി വച്ചു. അവിടെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ദി ഡെറിവേഷൻ ഓഫ് ലോങ് റൺ സപ്ലൈ കർവ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. നോക്കട്ടെ, ലോങ് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ 3 പോയിന്റ് വരുന്നു. ഒന്ന്, ഇഫ് ദി പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ്, സപ്ലൈ വുഡ് ബി 0. ലോങ് റൺ ആവറേജ് കോസ്റ്റ് നേരത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? ഷോർട്ട് റൺ. ഓർക്കുന്നുണ്ടോ? ഡെറിവേഷൻ ഷോർട്ട് റണ്ണിലെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം ABC, സപ്ലൈ വുഡ് ബി 0 അല്ലേ? ഇവിടെ ലോങ് റൺ പറഞ്ഞപ്പോൾ പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം LRAC, ഇതാണ് വ്യത്യാസം. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് പറയുന്നത്. നേരത്തെ ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞത് മിനിമം ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് പറഞ്ഞത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ലോങ് റൺ നോക്കുക. ഇഫ് ദി പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ്, സപ്ലൈ വുഡ് ബി 0. ഓക്കെ ആണല്ലോ. അതുപോലെ ഇഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണ് പ്രൈസ് എങ്കിൽ
ലോങ് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണ് പ്രൈസ് എങ്കിൽ സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ഷോർട്ട് റൺ പറഞ്ഞപ്പോൾ അവിടെയും ചെറിയ വ്യത്യാസം വന്നു. അവിടെ നമ്മൾ പറഞ്ഞത് പ്രൈസ് മിനിമം ഓഫ് ABC സപ്ലൈ വുഡ് ബി പോസിറ്റീവ് എന്നാണ്. ABC ഇവിടെ നമ്മൾ പറഞ്ഞത് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. നോക്കണേ, ഇഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇഫ് പ്രൈസ് ഈസ് മോർ ദാൻ മിനിമം LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റിന് മുകളിലാണെങ്കിൽ വില സപ്ലൈ വിൽ ഇൻക്രീസ്. സപ്ലൈ എന്ത് ചെയ്യും? സപ്ലൈ കൂടും അല്ലെങ്കിൽ ഉയരും. ഓക്കെ ആണോ? അപ്പോൾ ഷോർട്ട് റൺ ലോങ് റൺ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഷോർട്ട് റൺ ലോങ് റൺ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഷോർട്ട് റൺ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ റൈസിങ് പോർഷൻ ഓഫ് ദി SMCയുടെ ഉയരുന്ന ഭാഗം അല്ലെങ്കിൽ ബോൾഡായിട്ട് നമ്മൾ വരച്ചു ഷോർട്ട് റൺ സപ്ലൈ കർവ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഷോർട്ട് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ദി ഡെറിവേഷൻ ഓഫ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ 3 പോയിന്റ് ഷോർട്ട് റണ്ണിൽ 3 പോയിന്റ് പറഞ്ഞപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ABC. ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം ABC സപ്ലൈ വുഡ് ബി 0. ലോങ് റൺ പറയുമ്പോൾ ഇഫ് ദി പ്രൈസ് ഈസ് ലെസ് ദാൻ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് സപ്ലൈ വുഡ് ബി 0. വ്യത്യാസം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഷോർട്ട് റൺ പറയുമ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ABC സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ലോങ് റൺ ആകുമ്പോൾ ഇഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് LRAC സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. മൂന്നാമത് ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദി മിനിമം ABC സപ്ലൈ വിൽ ഇൻക്രീസ്. ലോങ് റണ്ണിലാണെങ്കിൽ ഇഫ് പ്രൈസ് ഈസ് മോർ ദാൻ മിനിമം LRAC സപ്ലൈ വിൽ ഇൻക്രീസ്. നമ്മൾ ABC എന്ന് പറയുന്ന സ്ഥാനത്ത് ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞപ്പോൾ ലോങ് റണ്ണിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ABC പ്രാധാന്യം കൊടുത്ത് പറഞ്ഞപ്പോൾ ലോങ് റണ്ണിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറഞ്ഞു. പിന്നെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈസിംഗ് പോർഷൻ ഓഫ് SMC. ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ദി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റൈസിംഗ് പോർഷൻ ഓഫ് ദി LRMC ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം, ദി ബോൾഡ് റൈസിംഗ് പോർഷൻ ഓഫ് ദി ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ദി ലോങ് റൺ സപ്ലൈ കർവ്. ഓക്കെ ആണോ? ഈ പോയിന്റ് നല്ലപോലെ ദി ബോൾഡ് റൈസിംഗ് പോർഷൻ ഓഫ് ദി ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ദി ലോങ് റൺ സപ്ലൈ കർവ്. അപ്പോൾ ലോങ് റൺ സപ്ലൈ കർവിനെ നമ്മൾ ബോർഡാക്കി വരയ്ക്കുന്നു. റൈസിംഗ് പോർഷൻ ഓഫ് LRMC എന്ന് പറഞ്ഞാൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഓക്കെ. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ് ഇത്. നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഒരു സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫേമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് അവിടെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത വിലയിൽ നിശ്ചിത സമയത്ത് കൊണ്ടുവരുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഈ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് പ്രൈസസ് നിവേശങ്ങളുടെ വില, ടെക്നോളജിക്കൽ പ്രോഗ്രസ് സാങ്കേതിക പുരോഗതി, യൂണിറ്റ് ടാക്സ് യൂണിറ്റ് നികുതി. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. സപ്ലൈ കർവ് എപ്പോഴും എങ്ങനെയാണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. കാര്യം നമുക്കറിയാം, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ആൾസോ ഇൻക്രീസസ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ആൾസോ ഡിക്രീസസ്. അവിടെ ആ പോയിന്റ് നല്ലപോലെ ഒന്ന് ഓർമ്മിക്കുക. സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്താ കാര്യം? ഡിമാൻഡ് കർവ് ഡൗൺവേർഡ്, സപ്ലൈ കർവ് അപ്വേർഡ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ്, സപ്ലൈ കർവ് അപ്വേർഡ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ്,
ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഒ വൈയിൽ പ്രൈസ്, ഒ എക്സിൽ ക്വാണ്ടിറ്റി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്. പ്രൈസ് ഇത്ര ആയാൽ ഡിമാൻഡ് ഇത്ര, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. നമുക്കറിയാം വില കൂടിയാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഏത് റിലേഷൻ? ഇൻവേഴ്സ് റിലേഷൻ. എന്നാൽ സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡാണ്. നമുക്കറിയാം സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇവിടെ പ്രൈസും ഇവിടെ സപ്ലൈയും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും അടയാളപ്പെടുത്തിയാൽ പ്രൈസ് സപ്ലൈ, പ്രൈസ് കൂടിയാൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. പ്രൈസ് കൂടുകയാണെങ്കിൽ കൊണ്ടുവരുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? ഉയരും. പ്രൈസ് കുറയുകയാണെങ്കിൽ കൊണ്ടുവരുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? താഴും. അപ്പോൾ പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സപ്ലൈ കൂടുന്നു, സപ്ലൈ കുറയുന്നു, സപ്ലൈ കൂടുന്നു, സപ്ലൈ കുറയുന്നു. ഈ ഒരു ഐഡിയ മനസ്സിൽ വച്ചിട്ട് നമ്മൾ പറയുന്നു ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് പ്രൈസസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് യൂണിറ്റ് ടാക്സ്. നിവേശങ്ങളുടെ വില, സാങ്കേതിക പുരോഗതി, യൂണിറ്റ് നികുതി. ഇനി നിങ്ങളുടെ മനസ്സിൽ വരണം ഐഡിയ സപ്ലൈ കർവിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലേ. അപ്പോൾ യൂണിറ്റ് ടാക്സ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഇൻപുട്ട് പ്രൈസസ്. അപ്പോൾ നിവേശങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നാൽ, ഇൻപുട്ടിൻ്റെ വിലയിൽ വ്യത്യാസം വന്നാൽ നമുക്ക് തന്നെ അറിയാം ഇൻപുട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഏതിനാ? സപ്ലൈയെ. അപ്പോൾ ഒരു ഫേമിൻ്റെ സപ്ലൈയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഇൻപുട്ടിൻ്റെ വില അല്ലെങ്കിൽ നിവേശങ്ങളുടെ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ വിലയിൽ വ്യത്യാസം വന്നാൽ സപ്ലൈയിലും വ്യത്യാസം വരാം, സപ്ലൈയെ സ്വാധീനിക്കാം അല്ലേ. അപ്പോൾ നിവേശങ്ങൾക്ക് വില കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, സപ്ലൈയിൽ കുറവ് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം കൂടുന്നു കുറയുന്നു എന്നുള്ളത്, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ ആണല്ലോ. അതുപോലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക പുരോഗതി സപ്ലൈയെ സ്വാധീനിക്കുന്നു. സാങ്കേതിക പുരോഗതി ഒരു ഫേമിൽ വന്നാൽ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോഴും കർവ് മനസ്സിൽ വരണം, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്ലൈ കൂടുക, ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരികയാണെങ്കിൽ സപ്ലൈ കൂടുക മാത്രമേ ഉള്ളൂ. ഷിഫ്റ്റ് ടു ദി റൈറ്റ്, സപ്ലൈ ഇൻക്രീസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ മുൻകാലങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടാക്സ്. സപ്ലൈയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ് ഏതാ? യൂണിറ്റ് ടാക്സ്. എന്താ യൂണിറ്റ് ടാക്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ടാക്സ് ദാറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. യൂണിറ്റ് ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സ് ദാറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിലും ഈടാക്കുന്ന നികുതിയാണ് ഏതെന്ന് പറയുന്നത്? യൂണിറ്റ് നികുതി എന്ന് പറയുന്നത് തന്നെയല്ലോ. അപ്പോൾ യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടാക്സ് കൂടുതൽ ചുമത്തുകയാണെങ്കിൽ നമുക്കറിയാം അത് മാർജിനൽ കോസ്റ്റ് കൂടുന്നതിനും സപ്ലൈ കുറയുന്നതിനും ഇടയാക്കും. സപ്ലൈ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ടാക്സ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാർജിനൽ കോസ്റ്റ് കുറയ്ക്കുന്നതിനും സപ്ലൈ കൂടുന്നതിനും ഇടയാക്കും. അപ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്ലൈ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം, റൈറ്റും ലെഫ്റ്റും. ഓക്കെ ആണല്ലോ. ഇനി ബുദ്ധിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻപുട്ടിന് വില കൂടിയാൽ സപ്ലൈ കൂടും, കർവ് എങ്ങാട്ട് മാറുമെന്നുള്ളത് നിങ്ങൾ ഐഡിയ. അതുപോലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നാൽ സപ്ലൈ കൂടും. അതുപോലെ യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്താൽ സപ്ലൈ കുറയും, ടാക്സ് റെഡ്യൂസും ചെയ്യാം, അപ്പോൾ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്ലൈ കർവുമായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ നല്ലപോലെ മനസ്സിൽ വയ്ക്കുക. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് പ്രൈസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, യൂണിറ്റ് ടാക്സ്. പിന്നെ ഷോർട്ട് റൺ സപ്ലൈ കർവിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി, റൈസിംഗ് പോർഷൻ ഓഫ് SMC. ലോങ് റൺ സപ്ലൈ കർവ് മനസ്സിലായി, റൈസിംഗ് പോർഷൻ ഓഫ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് അല്ലേ. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക, ഷട്ട് ഡൗൺ പോയിന്റ്. ഓർക്കുന്നുണ്ടോ? മിനിമം പോയിന്റ് ഓഫ് ABC. ABCയുടെ മിനിമം പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ
ഷട്ട് ഡൗൺ പോയിന്റ് അല്ലേ? ദി സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ അല്ലേ? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ ആൻഡ് ലീവ്സ് ദി മാർക്കറ്റ് ഈസ് കാൾഡ് ഷട്ട് ഡൗൺ പോയിന്റ് അല്ലേ? അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുമ്പോൾ മിനിമം പോയിന്റ് ഓഫ് എ ബി സി, മിനിമം പോയിന്റ് ഓഫ് എ ബി സി, എ ബി സിയുടെ മിനിമം പോയിന്റിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്, മിനിമം പോയിന്റ് ഓഫ് എ ബി സി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. പിന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്കറിയാം, ടി ആർ ഇസിക്കൽ ടു ടി സി. ഒരു സ്ഥാപനത്തിൻ്റെ വരുമാനവും ചെലവും ടി ആറും ടി സിയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഏത്? ബ്രേക്ക് ഇവൻ പോയിന്റ്. ടി ആർ ഇസിക്കൽ ടു ടി സി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിൽ ഉറപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ.